ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 28 മുതൽ 30 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 11 അധ്യായം 26 വാക്യം. യൊരോബയാം എന്ന ശലോമോൻ്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. രാജ്യവിഭജനത്തിനു ശേഷം ഇസ്രായേലിൽ ഭരണം നടത്തിയ ആദ്യത്തെ രാജാവായിരുന്നു യൊരോബയാം. ജനം പെരുകട്ടെ എന്നതാണ് യൊരോബയാം എന്ന പേരിൻ്റെ അർത്ഥം. നെബാത്തിൻ്റെയും സെരൂയയുടെയും മകനായിരുന്നു യൊരോബയാം. ശലോമോൻ്റെ ഭരണകാലത്ത് യെരുശലേമിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഫ്രയീം ഗോത്ര വിഭാഗത്തിലെ ജോലിക്കാരുടെ മേൽനോട്ടം വഹിക്കുവാൻ യൊരോബയാം നിയമിതനായി. എന്നാൽ ശലോമോൻ്റെ കാലഘട്ടത്തിലെ അമിതമായ നികുതി, നിർബന്ധിത തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയവ കാരണം യൊരോബയാം ശലോമോനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു. ഇതറിഞ്ഞ ശലോമോൻ യൊരോബയാമിനെ കൊല്ലുവാൻ ശ്രമിക്കുകയും അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ തുടർന്നുള്ള യൊരോബയാമിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പകൽക്കാലം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, രാജാവായി തീരുന്ന യൊരോബയാം. രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേല്യരും ശേഖേമിൽ വന്നു എന്ന് അറിഞ്ഞതായ യൊരോബയാം ഈജിപ്തിൽ നിന്നും ശേഖേമിൽ എത്തുന്നു. തുടർന്ന് യൊരോബയാമും ഇസ്രായേൽ സഭയൊക്കെയും ഒന്നിച്ചു ചേർന്നിട്ടാണ് രഹബയാമിനോട് സംസാരിക്കുന്നത്. 1 രാജാക്കന്മാർ 12 അധ്യായം 4 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, അതിന് മറുപടി രഹബയാം 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളതായിരുന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞുള്ള രാജാവിൻ്റെ മറുപടി ഇസ്രായേല്യർക്ക് വളരെ വേദന ഉളവാക്കിയിരുന്നു. അവിടെ രഹബയാം മറുപടി പറയുന്നത്, എൻ്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വച്ചു, ഞാനോ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന്. ഇത് കേട്ട ഇസ്രായേൽ ജനങ്ങൾ ആകെ അമർഷം പൂണ്ടു. ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? ഇശ്ശായിയുടെ മകൻകൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലെ, നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് വളരെ വേദനയോടെ കൂടെ പറയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾക്ക് യൊരോബയാമിനെ അവർ തങ്ങളുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയുമുണ്ടായി. രണ്ടാമതായിട്ട് യൊരോബയാമിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്, പാരമ്പര്യ പൂജാഗിരികളെ നിലനിർത്തുന്ന യൊരോബയാം. ഇസ്രായേലിന് പ്രത്യേകമായൊരു സ്വത്വം വളർത്തിയെടുക്കേണ്ടതിന് യൊരോബയാം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അക്കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിൽ മതങ്ങൾക്ക് വളരെ ഗണ്യമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ബോധപൂർവമായി യൊരോബയാം ജനത്തിൻ്റെ ശ്രദ്ധ ശലോമോൻ്റെ ദേവാലയത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. കാരണം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ജനം യാഗം കഴിക്കുവാനായി പോയാൽ രഹബയാമിൻ്റെ പക്ഷം ചേർന്നാലോ എന്ന് യൊരോബയാം ഭയപ്പെട്ടിരുന്നു. തുടർന്ന് ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പാരമ്പര്യ പൂജാഗിരികൾ അദ്ദേഹം നിലനിർത്തുകയും അവിടെ ജനത്തിന് ആരാധിക്കുവാനായി സ്വർണ്ണ കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ച് നൽകുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പൗരോഹിത്യ ക്രമപ്രകാരമുള്ള പുരോഹിതന്മാരെ മാറ്റുകയും സാധാരണ ജനങ്ങളിൽ നിന്ന് പുരോഹിതരെ തിരഞ്ഞെടുത്ത് 2 ഇടത്തുമായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. ഇവിടെ പിതാക്കന്മാരുടെ ജീവനുള്ള ദൈവങ്ങളെ മറന്നുകൊണ്ട് സ്വയമായി ദൈവത്തെ ഉണ്ടാക്കി മറ്റു ജനങ്ങൾക്ക് നൽകുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ജീവനുള്ള ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ആകരുത് നമ്മുടേത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു വലിയ കൽപ്പനയെ ഓർത്തുകൊണ്ട് എപ്പോഴും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.